അനങ്ങൻ മലയുടെ പച്ചപ്പണിഞ്ഞ താഴ്വാരം അമ്പലപ്പാറ ജനങ്ങാട് വാണിവിലാസിനി സ്കൂളിന് സമീപമായി പ്രകൃതിയുടെ പ്രശാന്ത സുന്ദരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവ പുണ്യസങ്കേതമാണ് തേമ്പാടിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം. വള്ളുവനാടൻ ഗ്രാമങ്ങളുടെ തനിമയും ഗ്രാമീണ നന്മകളും ആത്മീയ ചൈതന്യവും ഒരുപോലെ സംഗമിക്കുന്ന ഈ സന്നിധി ഭക്തരുടെ മനസ്സിലെ ഏത് കഠിനമായ ആഗ്രഹങ്ങളും മനസ്സറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്ന ഒരു സാക്ഷാത്കാര കേന്ദ്രമാണ്. തന്നെ തേടിയെത്തുന്നവരുടെയും അഭയം പ്രാപിക്കുന്നവരുടെയും ദുരിതങ്ങൾ അകറ്റി ഒപ്പം നൽകുന്ന ഈ തിരുമുറ്റത്ത് ഭക്തന്റെ ആത്മാർത്ഥമായ ഇച്ഛയാണ് പ്രധാന വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത്. ഇത് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയുമാണ്. ആദ്യം ഇവിടെ അമ്പലം ഉണ്ടാകുന്നത് നമ്മുടെ ഒരു ചുറ്റായി സങ്കല്പിച്ചിട്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ സ്ഥലം മേടിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വേറെ അച്ഛൻ്റെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ആ ഭൂമിയിൽ വന്ന് നമുക്ക് പല സംഭവങ്ങളും വിപരീതമായില്ലെങ്കിൽ അനർത്ഥമായിട്ട് കാണുക കാരണം കൊണ്ട് നമ്മൾ നോക്കുകയും ഈ സ്ഥലത്ത് 5 വീട് വെച്ചു. അത് നിലനിൽക്കാത്ത സംഭവം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്ത ശേഷം ആണ് അമ്പലത്തിൻ്റെ തുടക്കം ഉണ്ടായത്. അതിൻ്റെ ചൈതന്യത്തിൻ്റെ പരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യത്തിൻ്റെ പരമായിട്ട് എൻ്റെ അനിയത്തിയുടെ ശരീരത്തിൽ പച്ചക്കൈ നമ്മുടെ സ്വന്തം കൈയിൽ കൽപ്പൂരമിട്ട് കത്തിക്കുന്നത് കാണപ്പെടുകയും ചെയ്തു. ചക്രവർത്തിയുടെ സമാനതകളില്ലാത്ത പ്രൗഢിയോടെ സ്വർണ്ണ മയിൽപ്പുറമേറിയുള്ള ദിവ്യമായ സുബ്രഹ്മണ്യ രൂപമാണ് തേമ്പാടിയിൽ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചക്രവർത്തി പ്രൗഢിയിൽ ബാണരുളുന്ന തേമ്പാടിയിൽ സുബ്രഹ്മണ്യ സ്വാമി തന്നെ തേടിയെത്തുന്നതും ദാസനായി ആശ്രയിച്ചെത്തുന്നതുമായ ഓരോ ഭക്തനും ജീവിതത്തിൽ അബോധപൂർവമായ ഫലസിദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞു നൽകുന്നു. സ്വാമിയുടെ ദിവ്യ സാന്നിധ്യം ഈ പ്രദേശത്തെ ആകെ എപ്പോഴും ഭക്തിസാന്ദ്രമാക്കുന്നുണ്ട്. മുരുകന്റെ ഏറ്റവും ഇഷ്ട വഴിപാടുകളായ പഞ്ചാമൃതം, ഇളനീരഭിഷേകം, പാലഭിഷേകം, മലർനിവേദ്യം എന്നിവയാണ് ഇവിടെ ഭക്തർ ഭക്തിപൂർവ്വം പ്രധാനമായും സമർപ്പിക്കുന്നത്. കൂടാതെ ഇവിടെയുള്ള സുബ്രഹ്മണ്യന്റെയും അനന്തന്റെയും മനോഹരമായ പഞ്ചലോഹ പ്രതിഷ്ഠകളും ഈ സന്നിധിയുടെ ആത്മീയ ചൈതന്യം ഇരട്ടിപ്പിക്കുന്നു.
അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. ആ വീട് കയറ്റിയ ശേഷം ഈ വീട് രണ്ടായി പിളർന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരു കുറ്റി, നമ്മുടെ ആ ഒരു കുറ്റി ഉണ്ടാകുന്നത് രണ്ടായി പിളർന്ന ശേഷം നമുക്കിവിടെ വീട് നിലനിൽക്കില്ല എന്ന് മനസ്സിലായ ശേഷം നമ്മൾ നോക്കാൻ തുടങ്ങിയത് രണ്ടായി പിളരും നമ്മുടെ വീട്. അങ്ങനെ 5 വീട് ഇവിടെ വെച്ച് കഴിഞ്ഞു. 6ാമത്തെ വീട് ഞാൻ സ്ഥലം മേടിച്ച് പുറത്ത് വെക്കേണ്ടി വന്നു. ഇവിടെ നാഗചൈതന്യങ്ങൾ വന്ന് നമ്മളോട് പറഞ്ഞു ഇവിടെ വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ ശേഷമാണ് നമ്മൾ മാറ്റി വെച്ചത്. പിന്നെ ഇവിടുത്തെ വഴിപാടുകൾ മകരനേദ്യം, പഞ്ചാമൃതാഭിഷേകം, പാലഭിഷേകം, പനിനീരഭിഷേകം, തേനാഭിഷേകം, ഭസ്മാഭിഷേകം, ഇതെല്ലാം ഭക്തജനങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങളും ഉപദേവതാ സാന്നിധ്യങ്ങളും ഓരോ ദേവതയുടെയും പ്രത്യേക വഴിപാടുകളും ഏറെ സവിശേഷവും വൈവിധ്യമാർന്നതുമാണ്. ചുറ്റമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ സർവാഭീഷ്ടദായകരായി നാഗദേവതകൾ കുടികൊള്ളുന്നു. മറ്റ് നാഗാരാധനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇവിടെ നാഗദേവതകൾക്ക് പൂയം നാളിൽ നടത്തുന്ന 100 പാലും സമർപ്പണം ഏറെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. വിഘ്നേശ്വരന് പ്രിയപ്പെട്ട മോദകവും ഉണ്ണിയപ്പവും ഗണപതി ഹോമവും ഇവിടെ തടസ്സങ്ങൾ നീങ്ങാൻ ഭക്തർ പ്രധാനമായും വഴിപാടായി നടത്തുന്നു. നാഗദേവതകൾക്കായി നടത്തുന്ന 100 പാലും കളംപാട്ടും തുലാം മാസത്തിലെ വെള്ളരി പൂച്ചയും ഇവിടെ അതീവ പ്രാധാന്യമുള്ള മറ്റ് പ്രധാന വഴിപാടുകളാണ്. ഇതിനു പുറമെ വടക്ക് പടിഞ്ഞാറായി 64 കലകളുടെ പ്രൗഢിയിൽ ഭഗവതിയും ഗുരുവും കിഴക്കോട്ട് ദർശനമേകി വാണരുളുന്നു. സർവ്വ ദുരിതങ്ങളും അകറ്റി ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ഭഗവതിയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്ന ഇരട്ടിമധുര പായസം ഏറെ ഫലപ്രദമാണെന്നാണ് വിശ്വാസം. ചൈതന്യ രൂപം, ചക്രവർത്തി രൂപം, രാജാവ് രൂപമൊക്കെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മയിലിൻ്റെ പുറത്ത് 6 ദിവസം നമ്മൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 6 ദിവസമാണ് നമ്മുടെ പ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത്. മയിലിൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠ. പ്രാണഭൂതി പ്രതിഷ്ഠയാണ്. ശ്രീജിത്ത് തിരുമേനി എന്ന് പറയുന്ന തിരുമേനിയാണ് നമ്മുടെ പ്രതിഷ്ഠ നടത്തിയത്. ആൾക്കാണ് വഴി കണ്ടാറുണ്ട്, അവർ പറഞ്ഞ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രതിഷ്ഠ ഞങ്ങൾ ആദ്യം കല്ലുകൊണ്ടുള്ള പ്രതിഷ്ഠ വെക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ പ്രതിഷ്ഠ മാറി നമ്മുടെ ഭക്തജനങ്ങൾ നമ്മളോട് സഹകരിച്ച് അത് പഞ്ചലോകത്തിൻ്റെ പ്രതിഷ്ഠയായി മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ പടിഞ്ഞാട്ട് ദർശനമേകി ശിവനും വിഷ്ണുവും ഉപദേവന്മാരായി ഈ സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. മഹാദേവനായ ശിവനിങ്കൽ നടത്തുന്ന ജലാഭിഷേകവും ധാരയും ഭക്തരുടെ മനസ്സിന് ശാന്തിയും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുമ്പോൾ വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്ന വിശേഷാൽ പാൽപായസം കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുന്നു. ആണ്ടറുതിയിലെ വിശേഷാൽ പൂജകളും മനോഹരമായ ആഘോഷങ്ങളും കൊണ്ട് ഈ ക്ഷേത്രമുറ്റം എപ്പോഴും സജീവമാണ്.
അമ്പലത്തിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ചൈതന്യം ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങോട്ട് അടുപ്പിച്ചു. പിന്നെ ഇവിടുത്തെ ഈ കുട്ടികൾ, ഈ അമ്പലത്തിലെ കുട്ടികൾ, ഇവരുടെ ഈ ഡെഡിക്കേഷൻ, അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അങ്ങനെ ഞാൻ ഇവരെ ശ്ലോകങ്ങളും രാമായണത്തിൻ്റെ ഈരടികളും ഒക്കെ പഠിപ്പിച്ചു. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് മുന്നോട്ട് പോയി ഈ അമ്പലം ഈ നാടിനും ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. विद्यादायिनि नमो नमः, हंसवाहिनि नमो नमः, ॐ सरस्वती नमो नमः, मा सरस्वती नमो नमः, विद्यादायिनि नमो नमः, हंसवाहिनि नमो नमः. നിത്യേനയുള്ള ഭജനയും കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണവും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൂയം നാളിലെ പ്രത്യേക പൂജകളും വിശേഷാൽ ഷഷ്ഠി കൂടാതെ വിഖ്യാതമായ തൈപ്പൂയ മഹോത്സവവും കന്ദഷഷ്ഠിയും തുലാമാസ ആയില്യപൂജയും മണ്ഡലമാസാചരണവും തേമ്പാടിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ്. പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളും ഈ പരിസരത്തുള്ള ഭക്തജനങ്ങളും പൂർണ്ണമായിട്ടും അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയും ഇവിടെ നിങ്ങളെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സഹകരിച്ചിട്ട് എല്ലാവരും കൂടിയാണ് ഈ അമ്പലം നടത്തുന്നത്. അനങ്ങന്മലയുടെ പച്ചപ്പണിഞ്ഞ താഴ്വാരത്ത് മുരുക ചൈതന്യവും ഉപദേവന്മാരുടെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ഏതൊരു യാത്രികനും മനസ്സിന് പൂർണ്ണ ശാന്തിയും അവാച്യമായ ആത്മീയ ഉണർവുമാണ് ലഭിക്കുക.